പ്രകാശമേ മിഴി തുറക്കുക വേഗം. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാത്തവരെയും ഭയപ്പെടേണ്ട. പക്ഷേ ശരീരത്തെ അല്ല, ആത്മാവിനെയും നരകത്തിൽ ഇടയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടണം. അതാണ് യേശു പറയുക. ശരീരം നഷ്ടപ്പെടാം, ശാരീരികമായ മരണം അവസാനമല്ല, പല ആത്മാവിൻ്റെ മരണം നാശത്തിലേക്ക് നീങ്ങുന്നതാണ്. ഇതാണ് സാഹചര്യം. യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തികൾ ലോകത്തിൽ തിരസ്കരിക്കപ്പെടും. കാരണം മൂല്യതരത്തിലുള്ള മാറ്റമാണ് യേശു കൊണ്ടുവന്നിരിക്കുന്നത്. ലോകം സമൃദ്ധി എന്ന് കണക്കാക്കുന്ന, സമ്പത്ത് എന്ന് കണക്കാക്കുന്നതിനും യേശു സ്വീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ധനികരെ നിങ്ങൾക്ക് ദുരിതം എന്ന് യേശു പഠിപ്പിച്ചത്. അപ്പോൾ യേശുവിൻ്റെ മൂല്യങ്ങളനുസരിച്ച് ജീവിക്കാൻ, ദൈവരാജ്യ മൂല്യങ്ങളനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ലൗകിക മൂല്യങ്ങളെ തിരസ്കരിക്കേണ്ടി വരും. ആ മൂല്യങ്ങളിൽ ഊന്നൽ കൊടുക്കുന്നവർ യേശുവിൻ്റെ ശിഷ്യന്മാരെ തിരസ്കരിക്കും, പീഡിപ്പിക്കും, നശിപ്പിക്കും. ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി എന്തെങ്കിലും ത്യാഗം സഹിക്കാൻ ആവശ്യമായി വരുന്നുണ്ടോ? വിശ്വാസം പേരിൽ പീഡിപ്പിക്കുന്നു, നമുക്കവിടെ വടക്കേന്ത്യ ധാരാളം സംഭവിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിച്ച് എല്ലാവരുടെയും കയ്യടി വാങ്ങുകയാണല്ലേ ചെയ്യുന്നത്. യേശുവിൻ്റെ സുവിശേഷമാണോ അതോ സാത്താൻ്റെ സുവിശേഷമാണോ നമ്മൾ പ്രസംഗിക്കുന്നത്? നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അഷ്ടഭാഗ്യങ്ങൾ നോക്കുക, അതുപോലെ സപ്തദുരിതങ്ങൾ നോക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ യേശു പഠിപ്പിച്ച, യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിന് മൂല്യങ്ങളനുസരിച്ച് ജീവിക്കാൻ ഉള്ള കൃപ തമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ ദൈവത്തെ മാത്രം ആശ്രയിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹം, അതായിരിക്കണം ക്രൈസ്തവൻ്റെ മുഖമുദ്ര. അതല്ലെങ്കിൽ നമ്മൾ പിശാചിൻ്റെ സുവിശേഷമായിരിക്കും പ്രസംഗിക്കുക. സമൃദ്ധിയുടെ സുവിശേഷം വഴിതെറ്റി സാത്താൻ്റെ സുവിശേഷമായി പോകാതിരിക്കാൻ, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞാൽ അത് മറന്നിട്ട് സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതമെന്ന് പറഞ്ഞാൽ ദുരിതത്തിൽ ചെന്ന് എത്താതിരിക്കാനുള്ള കൃപ തമ്പുരാൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നിൻ വഴിയേ നടക്ക